ഹായ് എവരിവൺ, നമ്മളിന്ന് ഷോക്ക് സീരീസിലെ 10ാമത്തെ വീഡിയോ ആണ് പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ഇതിന് സയൻസിനെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ അക്യൂട്ട് സ്റ്റെബിലൈസേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ABCD ഈ സർവേ പോലെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ABCD എന്താണെന്ന് ഞാൻ പറയാം. A for airway, B for breathing, C for circulation, D for disability and E for exposure. ക്ലിയർ ആയല്ലോ? നമ്മൾ ആദ്യം ഇത്തരം കണ്ടീഷൻസ് വന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ ഇനിഷ്യേറ്റ് ന്യൂറോ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആണ് കേട്ടോ. ഒരു ഡയഗ്നോസിസിനേക്കാളും വളരെ പ്രധാനപ്പെട്ട കാര്യം അത് ന്യൂറോ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ക്ലിയർ അല്ലേ? ഇനി അതിൽ ആദ്യം പ്രൊട്ടക്റ്റ് എയർവേസിന് പ്രൊട്ടക്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഗ്ലാസ്കോ കോമ സ്കെയിൽ ഡൗൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്താണെന്ന് വിശദമായിട്ട് അറിയും. ഇനി അറിയാത്ത ആളുകൾ നമ്മുടെ ചാനലിൽ തന്നെ ഗ്ലാസ്കോ കോമ സ്കെയിലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലുണ്ട്. ഓക്കെ, ഇനി ഗ്ലാസ്കോ കോമ സ്കെയിൽ ഡൗൺ ആണെങ്കിൽ നമ്മൾ പേഷ്യനെ മെക്കാനിക്കലി വെന്റിലേറ്റ് ചെയ്തേക്കണം. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ കാര്യം, ഓക്സിജൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സപ്ലിമെൻറ്റ് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കണം. എന്തിനാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 94 മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് തിങ്, മെയിൻറ്റെയിൻ ലോങ് ടേം നോമോകാപ്നിയ. എന്താണ് നോമോകാപ്നിയ എന്ന് പറയാം? കാർബൺ ഡയോക്സൈഡിൻ്റെ അളവാണ് നമ്മൾ എന്ത് ചെയ്യുക, കാപ്നിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോർമാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ഒന്നാമത്തെ കാര്യം. പക്ഷേ പലപ്പോഴും നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുമ്പോൾ നിങ്ങൾ അവിടുത്തെ ന്യൂറോളജിസ്റ്റ്, അവിടുത്തെ ഡോക്ടേഴ്സ് നിങ്ങൾ കൃത്യമായി കാര്യം പറഞ്ഞിട്ടുണ്ടാകും. ഷോർട്ട് ടേം ആയിട്ട് എന്ത് ചെയ്യും, ചില പേഷ്യൻ്റ് എന്ത് ചെയ്യും, ഹൈപ്പോ കാപ്നിയ ചെയ്യാറുണ്ട്. അതായത് കാർബൺ ഡയോക്സൈഡ് അളവ് കുറയ്ക്കാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും, ഹൈപ്പോ കാപ്നിയ സമയത്ത് എന്ത് ചെയ്യും, വെസൽസ് കൺസ്ട്രക്ട് ചെയ്യും. നമുക്കറിയാം ഒരു വെസൽ ബ്രേക്ക് ചെയ്തിട്ടാണ് ബ്ലീഡിങ് ഉണ്ടാകും. വെസൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബ്ലഡ് ഫ്ലോ റെഡ്യൂസ് ആവും. ക്ലിയർ ആയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇൻട്രാക്രൈനൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. പക്ഷേ അത് ഷോർട്ട് ടേം ആയിട്ടാണ് ചെയ്യുക. ലോങ് ടേം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, നോർമൽ കാപ്നിയ മാത്രമാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ മെയിൻറ്റെയിൻ നോർമൽ ഗ്ലൈസീമിയ. നോർമൽ ഗ്ലൈസീമിയ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടേ ആവണം. ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മോർട്ടാലിറ്റിക്ക് സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, മെയിൻറ്റെയിൻ ന്യൂറോതെർമിയ. ന്യൂറോജനിക് ഫീവർ ഒക്കെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂറോതെർമിയ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് അക്യൂട്ട് സ്റ്റെബിലൈസേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. വരും വീഡിയോസിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദമായി പഠിച്ചേക്കാം. താങ്ക് യു.